ഹായ് ഗായ്സ്, ഇന്ന് എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. അവൾ ഒരാഴ്ച മുമ്പ് നാട്ടിൽ പോയതാ. അപ്പോൾ ഹായ് ഗായ്സ്, അപ്പോൾ ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് വന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയിട്ടുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഇപ്പം കൺസിസ്റ്റൻ്റ് ആയി ജിമ്മിൽ പോകുന്നതുകൊണ്ട് എൻ്റെ ബോഡിയിൽ നല്ല ചേഞ്ചസ് ഉണ്ട്. ട്രൈസെപ്സ് ആണെങ്കിലും ബൈസെപ്സ് ആണെങ്കിലും. ഹായ്, നിങ്ങൾ എപ്പോഴെങ്കിലും കുക്കുമ്പർ ഉപ്പേരി വെച്ച് കഴിച്ചിട്ടുണ്ടോ? ഭയങ്കര ടേസ്റ്റാ. എല്ലാവർക്കും നമസ്കാരം. ഡ്രഗ് ഫ്രീ സൊസൈറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാൽ നിങ്ങൾ പുതിയത് കേൾക്കാൻ പോകുന്നത് അപരാധം ഫ്രീ സൊസൈറ്റി. അതായത് അപരാധങ്ങളായ അപരാധികളെ നിർത്തലാക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മൾ ഇനി അടുത്ത് വാർത്തെടുക്കേണ്ടത്. ഡ്രഗിനേക്കാളും വലിയ വിപത്തിലോട്ടാണ് ഇപ്പൊ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സകലമാന പെണ്ണുങ്ങൾ, എല്ലാ പെണ്ണുങ്ങളും അല്ല എങ്കിലും ഒരുവിധപ്പെട്ട കുറെ എണ്ണം പൈസക്ക് റീച്ചിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക, വഴുതനങ്ങ, കത്തിരിക്കൊക്കെ പിടിച്ചോണ്ടങ്ങോട്ട് ഇറങ്ങുക. പിന്നെ ദൈവം കുട്ടികൾക്ക്, അതായത് ജന്മം നൽകുന്ന കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ടൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അതിനെ ഇന്ന് ഇവളുമാരെല്ലാം കൂടി കച്ചവട ചരക്കാക്കി മാറ്റിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാത്തിനും ഓരോ വെട്ടുകളുണ്ട്, അതെടുത്ത് കാണിക്കും. കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകം കീഴടക്കിയെന്നാണ് ഇവളുമാരുടെയൊക്കെ വിചാരം. ഇടയിൽ മറച്ചു വെക്കേണ്ടതൊക്കെ മറച്ചു വൈടെ, അല്ലെങ്കിൽ എന്നെ പോലുള്ള അമ്മമാർക്ക് സരസ് ഇന്ത മാതിരി ആയിപ്പോ. എന്തായാലും നമുക്കൊരു അരുവേന്ന് തുടങ്ങും. ആദ്യം ഒരു ചേച്ചിയുടെ രോദനം കാണാം. ആ ചേച്ചിയുടെ രോദനം എന്ന് പറയുമ്പോൾ ഒരു അച്ഛൻ്റെ രോദനം. ആ രോദനമല്ല, ചേച്ചിക്ക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ആരും കാണുന്നില്ല, ചേച്ചിയെ മാത്രം ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, ചേച്ചിക്ക് സബ്സ്ക്രിപ്ഷൻ അങ്ങോട്ട് കയറുന്നില്ല. അതിന്റെ വിഷമത്തിൽ ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സങ്കടം വന്നു. കണ്ട എല്ലാ എണ്ണത്തിനും, അതായത് ഇപ്പം കൃഷ്ണൻ അണ്ണന്റെ മകൾക്കടക്കം ഒരു വീഡിയോ വൈറലായപ്പോ പിന്നെ പോയി സബ്സ്ക്രിപ്ഷൻ 10,000-3000 അങ്ങ് കുതിച്ചു പോയി. പിന്നെ എന്ത് കാണിക്കണേ ഏത് കാണിക്കണമെന്ന് അറിയാത്ത രണാസുനിക്കും കയറി സബ്സ്ക്രിപ്ഷൻ അങ്ങോട്ട് 2000+. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഈ ചേച്ചിക്കൊരു രോദനം. ഞാൻ എന്തൊക്കെ കാണിക്കുന്നു, കാണിക്കാൻ പാടുള്ളതും പാടില്ലാത്തതും എളുപ്പമുള്ളതും പ്രയാസമില്ലാത്തതും ഏറിയതുമായിട്ടുള്ള സകലമായ സാധനങ്ങളും ഏതൊക്കെ രീതിയിൽ എവിടെ കൂടിയൊക്കെ കാണിക്കാൻ പറ്റും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് മാത്രം റീച്ചില്ല. ആ ഒരു വിഷമത്തിൽ ആ ചേച്ചി ഇട്ട വീഡിയോ നിങ്ങളൊന്ന് കാണണം സുഹൃത്തുക്കളെ. ഹായ് ഗായ്സ്, ഹായ് ഹായ് ഹായ്. അപ്പോൾ ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് വന്നത്. അതെ, ചേച്ചിയെ സംബന്ധിച്ചിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചേച്ചി പറയാൻ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. നിങ്ങൾ ആരും ചേച്ചിയെ നിസാരം എന്ന് പറയുന്ന സാധനമില്ലേ, അതായിട്ട് കാണരുത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയിട്ടുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. അതെ, കുറച്ചു പേർക്കെങ്കിലും അറിയില്ല ചേച്ചി സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയത്. ആകെ 100 എത്ര പേരേ ഉള്ളൂ. 399 രൂപ വെച്ചാണ് ചേച്ചി മാസം കൊടുക്കുന്നത്, വാങ്ങുന്നത്. എന്തായാലും 150 എത്ര എങ്ങാണ്ടേ ഉള്ളൂ ആൾക്കാർ. ചേച്ചിക്ക് കുത്തനെ സബ്സ്ക്രിപ്ഷൻ ഇടിഞ്ഞതിന്റെ രോദനമാണ് ഈ പറയുന്നത്. ഞാൻ ആദ്യം ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഹോട്ട്സ്റ്റാറിൽ എങ്ങാണ്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന കാര്യമാണെന്ന് വിചാരിച്ചു. പിന്നെയല്ലേ മനസ്സിലായി അപരാധത്തിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ ഇപ്പം വച്ചിരിക്കുന്നത്. കുറച്ചുപേരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്, സോറി. ഉഷാറാക്കി ചേച്ചി. പോസ്റ്റൊക്കെ കുറച്ചിട്ട പിന്നെ ആര് സബ്സ്ക്രൈബ് ചെയ്യും? ചേച്ചി അങ്ങോട്ട് ഉഷാറായിട്ട് നല്ല നല്ല മസാലയും എണ്ണയും ഒക്കെ ഇട്ട് വഴട്ടി അങ്ങോട്ട് തുടങ്ങ്. ചേച്ചിയുടെ ഒരു ഹരം കൊള്ളിക്ക് നാട്ടുകാരെ. അതിന്റെ മിസ്റ്റേക്കാണ്. ഞാനത് കൂടുതൽ കോൺസെൻട്രേറ്റ്. മിസ്റ്റേക്ക് ആണെന്നോ? കൊച്ചുകള്ളി ആട്ടിത്തെറിഞ്ഞ് ഇങ്ങനെയൊന്നും കാണിക്കില്ല. കട്ടക്ക് നിൽക്കണം. കട്ടക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കണം? നമ്മുടെ പർപ്പിളിയോണൊക്കെ നിന്നതുപോലെ നിൽക്കണം. അവരുടെ സബ്സ്ക്രിപ്ഷൻ്റെ അകത്തുള്ള സാധനം ഞാൻ കണ്ടിട്ടില്ല, പുറത്തുള്ള വെച്ചിട്ടാണ് ജഡ്ജ് ചെയ്തിട്ടുള്ളത്. കമന്റിലുള്ളതും വെച്ച് ജഡ്ജ് ചെയ്തിട്ടുണ്ട്. കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. പൈസ ഇല്ലാത്തതുകൊണ്ടും ഇതിനെയൊക്കെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് പൈസ കളയുന്നതിനേക്കാളും വല്ല പിച്ചക്കാർക്കും കൊടുത്താൽ മതി എന്ന് ചിന്തിച്ചത് കൊണ്ടും ഞാൻ പോയി സബ്സ്ക്രൈബ് ചെയ്തില്ല, കണ്ടില്ല. പിന്നെ എന്തെങ്കിലും ആരെങ്കിലും ലീക്ക് ചെയ്യുമ്പോൾ കാണാമെന്ന് പറഞ്ഞിരുന്നു. അതിനുമ്പ് ചാനൽ അടിച്ചു പോയി. ആ പോട്ട്. അതെ. ചേച്ചി അങ്ങനെ തിരക്കുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു വെക്കുക. കാരണം ഇവിടെ നിന്ന് ലക്ഷങ്ങളാ കിട്ടാൻ പോകുന്ന സബ്സ്ക്രിപ്ഷനിലൂടെ. അതുകൊണ്ട് ചേച്ചി എന്തൊക്കെ ചെയ്താലും കുൽസിതങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യണം. എന്തുവായത് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ നിൽക്കരുത്. അപ്പൊ അതല്ലേ ചേച്ചിയുടെ വിഷയം? അതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും ചേച്ചിയുടെ വിഷയം പറ, കേൾക്കട്ടെ. ഓക്കെ. വീട്ടുകാരായിരുന്നാലും കൂട്ടുകാരായിരുന്നാലും നാട്ടുകാരായിരുന്നാലും ഈ 399 കൊടുത്തു വേണം സബ്സ്ക്രിപ്ഷൻ പ്ലാനുള്ള സാധനം എന്താണെന്ന് കാണാൻ. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ ആ പ്ലാൻ തുടങ്ങിയത്. ചുമ്മാ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് ഫ്രീ ആയിട്ട് കാണിച്ചു തരുമോ, ഒരെണ്ണം അയച്ചു തരുമോ? ഫ്രീ ആയിട്ട് പോവാ? ഇതെന്തോന്ന് വന്ദേ ഭാരത? സോറി, വന്ദേ ഭാരത് ഫ്രീ ആയിട്ട് പോകില്ലല്ലോ. ഇതെന്താ ലോക്കൽ ട്രെയിനാ? വന്ദേ ഭാരതാടാ, തിരിഞ്ഞു പോയി. ഓക്കെ, ഫ്രീ ആയിട്ട് പോയി. ഇതെന്താ ലോക്കൽ ട്രെയിനാ? ലോക്കൽ ട്രെയിനിലാണെങ്കിൽ ടിക്കറ്റ് എടുക്കാതെ വലിഞ്ഞേറി ഒളിഞ്ഞു നോക്കി അടഞ്ഞു ഒക്കെ നിന്ന് പോവാ.
തൂക്കി കഴിഞ്ഞാൽ മാത്രമേ പെറ്റി ഇടിക്കത്തുള്ളൂ. ഏത് അത്? പക്ഷെ വന്ദേ ഭാരതിൽ അങ്ങനെയല്ല, നമ്മൾ ടിക്കറ്റ് എടുത്ത് തന്നെ പോണം, അല്ല അകത്തൂല് കയറാൻ പറ്റത്തില്ല. ധീരതിലേ ചേച്ചി വന്ദേ ഭാരത, നീക്ക് എന്ത് വേടാ? അപ്പൊ ലോക്കൽ ട്രെയിൻ എന്ന് കഴിച്ച മറ്റേ ബംഗാളികൾ മൊത്തം കയറി വളഞ്ഞിരുന്ന് പോകുന്ന ട്രെയിൻ എന്ന് വിചാരിച്ച നഹി ഹേ. സത്യം ന്യായമായിട്ടുള്ള കാര്യം. ഇങ്ങനെ നിനക്കൊക്കെ പേഴ്സണലി കൊണ്ട് അവരെ കുളിച്ചത് അയച്ചു തരണമെങ്കിൽ പിന്നെ അവരെന്തിനാ തുടങ്ങിയ കഷ്ടപ്പെട്ട് എല്ലാം കാണിക്കുകയും ചെയ്യണം, എന്നിട്ട് പൈസ കൊടുക്കാനും പയ്യ നീക്ക മച്ചം. സ്വന്തം അച്ഛനായാലും പൈസ തന്നാലേ കാണാൻ പറ്റത്തുള്ളൂ, സ്വന്തം അച്ഛനായാലും അല്ലാണ്ട് കാണണ്ട എന്നാണ് നമ്മുടെ ചേച്ചി പറയുന്നത്. കേട്ടാ? അതെ, ഫ്രീ ആയിട്ട് എനിക്ക് എല്ലാവരും കാണിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ പ്ലാൻ തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഫ്രീ ആയിട്ട് കാണിക്കാനാണ് ചേച്ചി എന്തിനാ ഇമാതിരി അവരാതൊക്കെ തുടങ്ങിയത്? ഫ്രീ ആയിട്ട് അങ്ങ് കാണിച്ചാൽ പോരായിരുന്നു. ആരടാ സ്വന്തം അച്ഛനായാലും പൈസ കൊടുത്തിട്ട് കണ്ടാൽ മതി എന്നാണ് ചേച്ചിയുടെ അഭിപ്രായം. ചേച്ചി പറഞ്ഞ ഞാൻ ഫുൾ സപ്പോർട്ട്. ഞാൻ ചുമ്മാ മുന്നേക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ഇപ്പൊ നമ്മുടെ ഷൂട്ട്സും കാര്യങ്ങളും ഇടുവായിരുന്നു. അതെ, അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ ഒരു പ്ലാറ്റ്ഫോം കൂടി ഇങ്ങനെ ഒരു ഐഡിയ കൂടി വന്നത് കൊണ്ടിട്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. സോ അതിലേക്ക് ഇടും. അപ്പൊ നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് ചാനൽ ഇടുന്നത്. നിങ്ങൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് പോലെ എനിക്ക് അതിന് കിട്ടുന്നതാണ് പൈസ. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ പ്ലാൻ തുടങ്ങിയിരിക്കുന്നത്. ഇനി മേലിൽ എനിക്ക് ഇൻബോക്സിൽ വന്നിട്ട് കാണിച്ചു തരുമോ, പേഴ്സണലി മെസ്സേജ് തരുമോ, നിന്റെ പൈസ ഇല്ലെങ്കിൽ നീ കാണണ്ട, അത്രേ ഉള്ളൂ. എടാ പൈസ ഇല്ലെങ്കിൽ ചേച്ചി അത് നീ കാണണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത്. കഷ്ടം. പൈസക്ക് വേണ്ടി ചേച്ചി കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് നിനക്ക് എങ്ങനെയാ അത് പോയിട്ട് ഫ്രീ ആയിട്ട് ചോദിക്കാൻ തോന്നി? ആരടാ അത്? ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. ചേച്ചിയുടെ ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ ഇത് കൊറേ പേരെടുത്ത് ഇങ്ങനെ വന്നിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ചൊറിഞ്ഞു വരൂട്ടാ. ചേച്ചി ചൊറിയിപ്പിക്കരുത്. ചേച്ചി ചൊറിയിപ്പിച്ചു കഴിഞ്ഞാൽ ചേച്ചി ചൊറിയേണ്ടി വരും. ചെറി ഇത് എല്ലാവർക്കും കൂടെ ഉള്ളൊരു മറുപടി ആയിട്ട് കണ്ട് ഇപ്പൊ മതിയായില്ലേ? എന്റെ ഭാര്യ കേട്ടപ്പോഴത്തേക്കും മതിയായില്ലേ? പേരിക്കാരെയും ചോദിച്ചോണ്ട് വരുന്നത് പിന്നെ ചോദിച്ചോണ്ട് വരാൻ പറ്റിയ സാധനം അല്ല. ഇതിന് മാത്രം എന്തോന്നരാ കാണാതിരിക്കണ ഇതിന്റെ അകത്ത്? സീരിയസ്ലി എടാ അന്തസ്സുണ്ടാ. എടാ ഈ പോയി ചോദിക്കണവന്മാരും സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവന്മാരത്ത് എനിക്ക് പറയാനുള്ളതാണ്, എടാ നല്ല സൈറ്റിൽ പോയി തുണ്ടു കണ്ടാ ഇതിനേക്കാൾ അന്തസ്സുണ്ടാ. നമ്മൾ രാത്രിയാകുമ്പം രാജ്യം വിട്ടു പോകും. ആ രാജ്യം വിട്ടു പോകുന്ന യാത്രയിൽ എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഇവിടെ കിടന്ന് ബലസാണ്ട്, ഇവിടെ കിടന്ന് ഉരുളാണ്ട് രാജ്യം വിട്ടു പോടാ, വല്ല സൈറ്റുകളും പോടാ. അതിന്റെ ക്രാക്കടൊക്കെ അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. 10-15 മിനിറ്റിന്റെ. അണ്ണൻ അവിടെ ഉള്ളതല്ലേ രാത്രി കാലഘട്ടങ്ങളിൽ, കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാണ്ട് ഇമാതിരി അപരാധങ്ങൾ വന്നിട്ട് കാണിച്ച് കൂട്ടുന്നത് കാണാനായിട്ട് നാണമില്ലേടാ പൈസ കൊടുത്ത് പോവാൻ. ആ പൈസ കൊണ്ട് പിച്ചക്കാർക്ക് ഇട്ട് വിട്രാ. അന്തസ്സുണ്ടാ. പിന്നാണ്ട് അല്ലെങ്കിൽ നീയൊക്കെ എടാ വീട്ടിൽ സ്വന്തം അപ്പനോ അമ്മയോ മക്കളോ ആരെങ്കിലോ ഭാര്യ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുക. അന്തസ്സുണ്ട്. അല്ലെ ആർക്കെങ്കിലും കൊടുറാ, വഴി ഇരിക്കുന്ന ആർക്കെങ്കിലും കൊടുറാ. ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ വഴി നിൽക്കുന്ന പട്ടികൾക്ക്, കാക്കകൾക്ക്, പൂച്ചകൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടു. ഇമാതിരി അപരാധങ്ങളെ കണ്ടോണ്ട് നടക്കാണ്ട് ഇഷ്ടം. ഇനി വേറൊരു ചേച്ചിയുണ്ട്, മാസ്ക് വെച്ചിട്ടുള്ള ചേച്ചിയാണ്. ചേച്ചിയുടെ വീഡിയോ ആണ് എന്നെ ഹരം കൊള്ളിപ്പിച്ചത്. പറ ചേച്ചിയാണ് എൻ്റെ. ഹായ് ഗൈസ്, ഇന്ന് എന്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് ചേച്ചി, എന്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് തിരിച്ചു വന്ന് എന്ത് കൊണ്ടുവന്നടി നിനക്ക് വേണ്ടിയിട്ട്? പറയടി കൊച്ചു കള്ളിക്കൊറുമ്പി. ആഴ്ച മുമ്പ് നാട്ടിൽ പോയതാ. അപ്പൊ ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി. അയ്യോ നല്ല അടിപൊളി ചെറുപഴം മതിയോടി നിനക്ക്. കറുത്തു പോയില്ലടി പഴം. കുഴപ്പമില്ലടി, നീ കാണിക്ക്. ചെറുപഴം എനിക്കാണെങ്കിൽ ചെറുപഴത്തിനേക്കാൾ ഇഷ്ടം പക്ഷെ വലിയ പഴമാണ്. അതെനിക്ക് തോന്നി, നിന്റെ ഇരിപ്പ് കണ്ടപ്പോഴേ തോന്നി നിനക്ക് ചെറിയ പഴമൊന്നും പറ്റൂല. ഒരു 3-4 വലിയ ആഫ്രിക്കൻ പഴമെങ്കിലും കയറണം, എങ്കിലേ നിനക്ക് പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നി. നിന്റെ ഇരിപ്പ് കണ്ടപ്പോഴേ കണ്ട സൂക്ഷിച്ചു നോക്കിയേ എനിക്ക് തോന്നി. അയ്യോ ഞാനത് നോക്കില്ല, സോറി കേട്ടോ. ഞാൻ പെട്ടെന്ന് അയ്യോ നിങ്ങൾ പ്രേക്ഷകർ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഇങ്ങനത്തെയൊന്നും കാണത്തില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചിരുന്നതാണ്. ഓക്കെ, ഇത് ചെറിയ പഴം വലിയ പഴം കണ്ടപ്പോഴേ എനിക്ക് തോന്നി നമുക്ക് വലിയ പഴത്തിന്റെ കുറവുണ്ടെന്ന്. വലിയ പഴം എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നാട്ടിൽ ആ പഴം ഇവിടെ കിട്ടൂലോ. അപ്പൊ എന്തായാലും ബൈ. അതെ, നാട്ടിൽ ആ പഴം കിട്ടൂല. ഈ വലിയ പഴം നീ ഉദ്ദേശിക്കുന്ന അത്ര വലിപ്പമാണെങ്കിൽ ആഫ്രിക്കയിൽ തന്നെ പോണം. അവിടെയാണ് വലിയ പഴങ്ങളുള്ളത്. നല്ല കോറുത്തേരുണ്ട്, നല്ല എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഷേക്ക് അടിക്കാൻ പറ്റുന്ന പഴങ്ങൾ. അമ്മാതിരി പഴം കടലയും കൂടി ഇടണം.
ധാരാണെന്നില്ലേ എനിക്ക് പറഞ്ഞൂടെ, ഏതോ ഒരു അപരാധി, പുതിയ അപരാധി. ഇപ്പൊ കുറെ എണ്ണം മാസ്ക് വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒരുത്തി പെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന അപർണ, ഞാൻ നിങ്ങളുടെ അപർണയാണ്, നിന്റെ അച്ഛൻ്റെ അച്ചാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തി ഇറങ്ങിയല്ലോ. അവളെ കാണാനില്ല, അവളെ ചാനൽ അടിച്ച് പൂട്ടി. ഞാൻ ഇതൊക്കെ കാണിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപരാധികളെല്ലാം റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കണം, ഒന്നിനെയും വെറുതെ വിടാല്ലേ. സത്യം അമ്മച്ചിയാണ്. ഓ ഇതാരാ കുനിഞ്ഞിരിക്കുന്നേ? മോണിക്ക, മോണിക്ക. ഇത് വേറൊരു സാധനം. ഇന്നലെ മെനഞ്ഞാന്ന് എങ്ങാണ്ട് എനിക്ക് ആരോ ഇവളുടെ കുറച്ച് വീഡിയോസ് ഒരു പ്രൊഫൈൽ അയച്ചു തന്നിട്ട് പറഞ്ഞ് റിയാക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളൂ, ഒന്നുകൂടി ചെയ്യാം. ഇവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ വരും. ആ പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ തിരുമ്പി വരുവേ. അമ്മച്ചിയാണ് ഞാൻ വരുവേ. ഇങ്ങനെ കുറെ കാട്ടപരാധികളും അപരാധങ്ങളും ചേർന്നതാണല്ലോ നമ്മുടെ ഈ കൊച്ചു കേരളം. എന്താ ഈ നാട് നന്നാവാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നന്നാവാത്തത്. എന്തായാലും നമ്മുടെ തമിഴ്നാട് CM നമ്മുടെ ദളപതി ആകും എന്നുള്ള കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അണ്ണൻ തൂക്കി ചുവന്ന കരങ്ങളോടെ അണ്ണൻ തൂക്കിയിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ കേരളത്തിലെ CM കൂടി മീൻസ് CM ആയി അതിനുശേഷം കേരളം മൊത്തം, കേരളത്തിൽ CM അല്ല സോറി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി PM ആയി മാറണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മൾ അണ്ണൻ ഈ നാടും ഈ കൊച്ചു രാജ്യവും ഭരിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ വന്ന് കയറിയില്ല. അതിനു മുന്നേ തന്നെ വാഗ്ദാനങ്ങളുടെ പൂരങ്ങൾ ഓരോന്നായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങി. അതാണ് മക്കളെ മനുഷ്യൻ. അല്ലാതെ ഇവിടെ കിടന്ന് കട്ടും തിന്നും മുടിച്ചും നശിപ്പിച്ചവന്മാരെ പോലെ അല്ല അണ്ണൻ, വേറെ ലെവല്. ഇവളെന്താ വഴുതനങ്ങ അല്ലേ, സലാഡ് വെള്ളരി മുഴുവൻ അവ തുമ്മൽ അഴകിട പിമ്പിൾ അഴകിട തെറിയത് മാഫി വസന്തമുല്ലേ പോലെ വந்த വസന്തമുല്ലേ പോലെ വந்த ആടിട് വെൺപുറ. വെള്ളരിക്കാൻ വെച്ചിരിക്കുകയാണ് കച്ച് കയറാമ്പി. നിനക്ക് വെള്ളരിക്ക ഇത് ചെറുതല്ലേടി, നീ ആഫ്രിക്കൻ പഴം ഉദ്ദേശിച്ചപ്പോൾ ഇതിനേക്കാളും വലുത് വേണ്ട നിനക്ക്. ഇതിനേക്കാളും വലുത് നിനക്ക് തണ്ണിമത്തനെടുത്ത് കയറ്റുന്നതായിരിക്കും. പരാതികള് അല്ലാണ്ട് എന്ത് പറയാ. ഇതെന്താ സംഭവം നോക്കാം, എന്തോ കാര്യമായിട്ട് കഴിക്കുന്നുണ്ട്. ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ഇടയ്ക്കൊക്കെ കഴിക്കുന്ന ഒരു സാധനം പരിചയപ്പെടുത്തി തരാം. ഇതാണ് മിഷ്ടി ഓയിൽ. ഞാൻ എപ്പോഴും കഴിക്കാറുണ്ട്, ഇത് ഭയങ്കര ടേസ്റ്റാ. ഒരു യോഗത്തിന്റെ കൂടെ അയ്യോ വീഴുന്ന് സൂക്ഷിക്ക്. ഞാൻ അവിടെ ശ്രദ്ധിച്ചില്ല, എങ്കിലും ഞാൻ ആ കപ്പിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവിടെ വീഴുന്ന പറഞ്ഞ് അത്രയ്ക്ക് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അവിടെയല്ല കപ്പ്. സോറി, കയ്യിൽ വീണോ പോയി നക്കിയെന്ന് കഴിക്കാറ്. പിന്നെ വരാട്ടോ വാഷ് ചെയ്ത് നക്കിയിട്ട് വാ കേട്ടോ. വാഷ് ചെയ്ത് പതുക്കെ നക്കിയിട്ട് വന്നാൽ മതി. നക്കി കഴിക്കടി, നന്നായിട്ട് നക്കടി. നിന്റെ നക്കല് കാണുമ്പോ തന്നെ എനിക്കറിയാം. എന്തൊക്കെ പോലെ തോന്നണം, അടിവയറ്റിൽ ആസിഡ് വീഴുന്ന സുഖം. ഇതെന്തുവാ? ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കാണുന്ന വെള്ളരിയോ? ഹായ്, നിങ്ങൾ എപ്പോഴെങ്കിലും കുക്കുമ്പർ ഉപ്പേരി വെച്ച് കഴിച്ചിട്ടുണ്ടോ? ഭയങ്കര ടേസ്റ്റാ. ആദ്യം ഇതിന്റെ മല്ല തേങ്ങ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം ഇത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നിങ്ങൾ ഉപ്പേരി ഉണ്ടാക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അടിപൊളിയാ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് താഴെ കമന്റ് ആയിട്ട് എനിക്ക് പറയണം. ഓക്കെ, ഞാൻ പറയാം. ഷേക്ക് അടിക്കാം, കുക്കുംബർ ഷേക്ക് അടിക്കാം. ഇവിടെ എന്തുവാടേ, ഇവിടെ കാലെങ്കിലും അടച്ചു വെച്ചോണ്ടിരിക്കടേ. മനുഷ്യനെ ഒരുമാതിരി കൺട്രോൾ കളയാനായിട്ട്. ഞാൻ വീഡിയോ ചെയ്യാൻ വന്നടേ, എന്നെ നീ അവരാതിയാക്കി മാറ്റില്ല. ഇതെന്തുവാ ഇതായി. ഇപ്പം കൺസിസ്റ്റന്റ് ആയി ജിമ്മിൽ പോകുന്നതുകൊണ്ട് എന്റെ ബോഡിയിൽ നല്ല ചേഞ്ചസ് ഉണ്ട്. ട്രൈസെപ്സ് ആണെങ്കിലും ബൈസെപ്സ് ആണെങ്കിലും നല്ല മാറ്റമുണ്ട്. എനിക്ക് നേരെ നോക്കിയാൽ നന്നായിട്ട് കാണാം. അതെ, നേരെ നോക്കിയപ്പോൾ നന്നായിട്ട് കാണുന്നുണ്ട്. ഒരു ചാല് വെട്ടി വിട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. പറ, ബൈസെപ്സ് ആണല്ലേ? ട്രൈസെപ്സ് ഓക്കെ, നന്നായിട്ട് കാണുന്നില്ലേ നിങ്ങൾക്ക്? ഇങ്ങനെ ബോഡി സെറ്റായി വരുവാണെങ്കിൽ കോമ്പറ്റീഷൻ ഇറങ്ങിയാലോ എന്നൊരു ആലോചനയുണ്ട്. അയ്യോ, നീ കോമ്പറ്റീഷനിൽ ഇറങ്ങലടി മൊത്തം. നീ ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ ഇവിടെ ഷേക്ക് അടിക്കാൻ നേരങ്ങളുണ്ടല്ലോ. കമന്റ് ചെയ്തിട്ട് എന്താണെന്നുള്ളത് ഭയങ്കര മൂടാച്ച്. എന്നാടി പണി വച്ചിരിക്കേ? ആരാടി അപരാധി നീ? നിന്നെപ്പോലെയുള്ള കാട്ടപരാധികൾ കാരണം ഇപ്പൊ പുറത്ത് നെഞ്ചുറക്കാൻ പറ്റില്ല. അമ്മച്ചിയാണ് എന്താണ് എന്റെ ഫീഡ് മൊത്തം ഇതൊക്കെ വരുന്നതെന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. എന്റെ ഫീഡ് തുറന്നായിപ്പോ ഇതൊക്കെ മാത്രമേ ഉള്ളൂ. എന്റെ ഫീഡേ നശിച്ചു, ഞാൻ ഇതൊക്കെ കണ്ടിട്ട് വഴിതെറ്റും. നാളെ എന്നെ കുറിച്ച് നിങ്ങൾ വഴിതെറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും അവൻ അങ്ങനത്തെ അവനായിരുന്നെന്ന് വിചാരിക്കരുത്. കാരണം ഇതുപോലത്തെയൊക്കെ കണ്ട് ഞാൻ വഴി തെറ്റും. ഞാനൊരു കുട്ടിയില്ലടാ, പിഞ്ചും മനസ്സല്ലടാ. ഇതെന്തോ ഡിഡ് യു വാച്ച് ഇറ്റ്? ലൈവ് അവരതിമോള് ലൈവും വന്ന വിരലിട് കുഴിയിൽ. ആരാടാ അത്? നിഖിൽ മോഹൻ എവിടെ? വന്നാട്ടെ പോന്നാട്ടെ. നിഖിൽ മോഹനെ നമുക്കൊന്ന് കാണാം. നിഖിൽ മോഹൻ
മീര ജാസ്മിൻ്റെ പ്രൊഫൈൽ ഇട്ടിരിക്കുകയാണ്. വിരലിടൂ കുഴിയിൽ. ഏത് കുഴിയിലാണ് ഇവന് വിരലിട്ട് കൊടുക്കേണ്ടത്? ചാൽ കൊള്ളാം. കനാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ചാല്. ലൈവ് കണ്ടോ? വ്യൂ ഫോർ മോർ ലൈവ് സബ്സ്ക്രൈബ് നൗ. തീ കാരടാ, ഒന്നും മിണ്ടില്ലേ? ശ്രുതി ദേവു നീ ലെസ്ബീനായിരുന്ന? ഓക്കെ, അങ്ങനെ എല്ലാവരും വന്ന് പറയുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് ഉള്ളി ലൈവ്. ഓക്കെ വി ആർ ടെലിംഗ് യുവർ ഫോളോവേഴ്സ് ദാറ്റ് യു ആർ സ്റ്റാർട്ടഡ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ ഞാൻ വഴി തെറ്റും. ഒന്നാതെ ഞാൻ പിഞ്ചു മനസ്സെന്ന് എൻ്റെ എല്ലാ ഫ്രണ്ട്സും പറയാറുണ്ട്. എൻ്റെ പിഞ്ചു മനസ്സ് കാണാൻ ഞാൻ പല കുഴികളിലും പോയി ഇടയ്ക്കിടയ്ക്ക് ചാടാറുണ്ട്. എന്തായാലും എന്നെപ്പോലൊരു നല്ല പയ്യനെ കേരളത്തിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തോന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഒരു തരത്തിലും അല്ലെങ്കിൽ മറുതരത്തിലും ഞാൻ ഏറി പോകും സുഹൃത്തുക്കളെ. അത് വെയിറ്റ് ആൻഡ് വാച്ച്. അത് പോട്ടെ. അപ്പം ഞാനിപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഫീഡ് മൊത്തം അപരാധികൾ മാത്രം. ഓരോ മാസ്ക് വെച്ച അപരാധികൾ, മാസ്ക് വയ്ക്കാത്ത അപരാധികൾ, കാട്ടപരാധികൾ എല്ലാം എൻ്റെ ഫീഡിൽ വന്ന് നിറയുകയാണ് സുഹൃത്തുക്കളെ. എന്നെപ്പോലെ ഒരു നേർവഴിയിൽ നടക്കുന്ന നല്ല സുഗുണക്കൻ ഉള്ള നല്ല സ്വഭാവമുള്ള ഒരു പയ്യൻ ഇത്തരം വീഡിയോകൾ കണ്ടാൽ വഴിതെറ്റിപ്പോവും ഇൻസ്റ്റാഗ്രാമേ. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമേ ദയവ് ചെയ്തിട്ട് ഇത്തരം ഫീഡുകൾ എൻ്റെ ഫീഡിൽ നിന്ന് മാറ്റൂ. എനിക്ക് നല്ലതായിട്ട് വളരാനുള്ള ആഗ്രഹമുള്ളതുണ്ട്. പഠിച്ചൊരു IAS എന്നൊക്കെ ആവാനുള്ളതാ. ദയവായിട്ട് എന്നെ വഴിതെറ്റിക്കരുത് ഇത്തരം അപരാധികൾ. കാരണം എൻ്റെ പൊന്നളിയന്മാരെ ഉള്ള കാര്യം പറയാമല്ലോ, എന്തുപാടെ ഇവിടെ നടക്കുന്നത്. കുറെ അപരാധികൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഡെയിലി ദിനം പ്രതി ഓരോരുത്തരായിട്ട് പറയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ട കാട്ടപരാധങ്ങളും അപരാധനങ്ങളും ഓരോരുത്തരും കാണിച്ചു കൂട്ടി ഇവിടെ ഇപ്പൊ പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കുന്നതല്ല നമ്മുടെ മാറ്റർ. ഇവളുമാർ ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് ഇമാതിരി അപരാധം കാണിച്ച് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കുക. കാരണം ഈ അപരാധികൾ നിർത്തത്തില്ല. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം തന്തയെ പിടിച്ച് പണ്ണുന്ന ടീമുകളാണ് ഇന്നിവിടെ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവളുമാർ നന്നാവത്തില്ല. നിങ്ങൾ മക്കളെ സൂക്ഷിക്കുക. മക്കൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അവർ എന്തൊക്കെ കാണുന്നു, ഏതൊക്കെ കാണുന്നു, എന്തൊക്കെയാണ് അവർ കണ്ടത് എന്നുള്ള കാര്യങ്ങൾ അടക്കം ചെക്ക് ചെയ്യണം. കാരണം ഇതുപോലത്തെ അപരാധികൾ എപ്പോഴെന്നില്ലാതെ നമ്മളെ ഫീഡുകളിൽ കയറി വരും. അതിനെ തുടർന്നിട്ട് പിന്നെ നടക്കുന്നത് ചരിത്രമായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇത്തരം സാധനങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ കാണുന്ന ടൈമിൽ തന്നെ റിപ്പോർട്ട് അടിക്കുക. സെക്ഷൽ ആൻഡ് അങ്ങനത്തെ ഇതും എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. റിപ്പോർട്ട് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഓപ്ഷൻസ് വരും. എന്നിട്ട് അതിലേതെങ്കിലും ഓപ്ഷൻ എടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് റിപ്പോർട്ട് അടിച്ച് വിടുക. അങ്ങനെ ഇത് ഇൻസ്റ്റാഗ്രാം അധികൃതരിൽ എത്തണം. കുറെ അപരാധി മക്കൾ വന്നിരുന്നിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോ അത് ഇതൊക്കെ കണ്ടിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യം, യൂറോപ്പിൽ അങ്ങനെ നടക്കുന്നുണ്ട്, യൂറോപ്പിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഡ്രസ്സിംഗ് ഒക്കെ ഒരാളുടെ ഇഷ്ടമാണെന്ന്. നീയൊക്കെ ഒന്ന് ഇതൊക്കെ കണ്ടിട്ട് പറയടാ. ഈ വെള്ളരിക്കയും വഴുതനങ്ങയും എടുത്ത് വെച്ച് ഇവളുമാരെ കാലിലിടയിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇമാതിരി വർത്തമാനം പറയുന്നതിന് ഇത്തരം കാര്യങ്ങളായി ഇതൊക്കെ ഒരു ഡ്രസ്സിംഗ് സ്വാതന്ത്ര്യമാണോ? ശരീരത്തിലെ അതായത് സെക്ഷൽ അട്രാക്ഷൻ ഉള്ള ഭാഗങ്ങളെ വെച്ച് എക്സ്പോസ് ചെയ്ത് വിറ്റ് ജീവിക്കുന്ന ഇവളുമാരെ പോലുള്ളവളുമാരെ സപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് നിന്റെയൊക്കെ ഉദ്ദേശം? കുറെ എണ്ണം ഞാൻ കണ്ടായിരുന്നു. ഇപ്പോൾ ഈ അൻസികയുടെ കേസ് വന്നപ്പോൾ തന്നെ അയ്യോ അത് മറ്റേ അമേരിക്കയിൽ നമ്മൾ ഇല്ലാത്തതുകൊണ്ടാണ്, അമേരിക്കയിൽ നിങ്ങൾ ഉണ്ടായെന്ന് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുമായിരുന്നു, ആ കുട്ടി എന്താ ചെയ്തത് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിറഞ്ഞ കുറെ എണ്ണത്തിന് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഇവളുമാർ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ. ഇപ്പൊ അവളുടെ സബ്സ്ക്രിപ്ഷൻ തന്നെ 2000+ പോയി 3000 മേളെങ്ങാണ്ട് ആയെന്ന് തോന്നുന്നു. അത്രയും കയറിപ്പോയതിന്റെ റീസൺ എന്താ? അവൾ ആ ഒരു വീഡിയോ അവിടെ ഉള്ള കടി മൂത്തവന്മാരെല്ലാം പൈസ കൊടുത്ത് അവിടെ പോയി ഇരുന്ന് കാണുന്നുണ്ട്. നീയൊക്കെ നിന്റെയൊക്കെ കയ്യിലുള്ള പൈസ കൊടുത്ത് കാണുന്നതിൽ എനിക്കൊരു കോപ്പുമില്ല. പക്ഷെ ഇങ്ങനെ കാണാൻ ആളുള്ളത് കൊണ്ടാണ് കാണിക്കാൻ ഇവളുമാർ തുനിഞ്ഞിറങ്ങുന്നത്. കാരണം നല്ല വരുമാനം ഉണ്ടാക്കാം, ലക്ഷങ്ങൾ ഉണ്ടാക്കാം. ചിലവളുമാർ കോടികൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അവസാനം ഇൻസ്റ്റാഗ്രാം അടിച്ച് പൂട്ടി മുഞ്ചി പോയപ്പോൾ മുഞ്ചി. അല്ലാതെ ഇങ്ങനെ ഇതുപോലെ പൈസ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് പെണ്ണുങ്ങൾ ഇത്തരം പ്ലാറ്റ്ഫോമുകളെ മിസ്യൂസ് ചെയ്തുകൊണ്ട് വളരുകയാണ്. ഇവളുമാർ വളരുമ്പോൾ കുട്ടികളടക്കമാണ് ഇത്തരം വീഡിയോകൾ കണ്ട് വഴിതെറ്റുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇതിനെയൊന്നും സപ്പോർട്ട് ചെയ്യില്ല. നീയൊക്കെ ഇതിനെയൊക്കെ എടുത്ത് വെച്ച് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നതിനേക്കാളും നിനക്കൊക്കെ പോയി ചത്തൂടെ തന്നെ ഞാൻ ചോദിക്കുക. കുറെ എണ്ണം എടുത്ത് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം, അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്ത് തേങ്ങയാടാ ഇതൊക്കെ? ഇത്തരം അപരാധങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ വ്യക്തി സ്വാതന്ത്ര്യം, വസ്ത്ര സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത്. എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് പുരോഗമന ചിന്താഗതിയൊന്നുമില്ല. ഇത്തരം അപരാധങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഞാനെടുത്ത് ചൂക്കി വിട്ട് അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്ന ഒരു പെണ്ണുങ്ങളെ സപ്പോർട്ട് ജീവിതത്തിൽ ചെയ്യില്ല. അതുപോലെ കുറെ എണ്ണം ഇതുപോലത്തെ തുമ്പിയും ഇതിനെയൊക്കെ പിടിച്ചും കൊണ്ട് ഉദ്ഘാടനം അത് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. എന്താണ് നിന്റെയൊക്കെ ഉദ്ദേശം? എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് നിന്റെയൊക്കെ ഉദ്ദേശം? ഇങ്ങനെയുള്ള അപരാധികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അതും കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത്രയും മ്ലേച്ഛകരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഇത്തരം അപരാധികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോട്ട് പോകുന്നു. കാണുമ്പോൾ തന്നെ പുച്ഛവും ലജ്ജയുമാണ് എനിക്ക് തോന്നുന്നത്. സീരിയസ്ലി പറയാലോ, ഭയങ്കര വെറും ബോറാ, വെറും അറു ബോറായിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക്
ഓരോ ദിവസം ഞാനിപ്പോൾ നോക്കുമ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ ആൾക്കാരാണ് ഈ മെമ്പർഷിപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണുന്നത്. ഉളുപ്പില്ല നിനക്കൊക്കെ എന്ന്. എടി സ്വയമേ നന്നാവടി. ഞാൻ ആദ്യം മുതലേ പറയുന്നത് ഗവൺമെന്റ് ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി കൊണ്ടുവരണം. പണ്ട് ബെറ്റിംഗ് ഗാംബ്ലിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന എല്ലാത്തിനും ചാനൽ അടിച്ച് പൂട്ടി കളഞ്ഞില്ലേ, അതുപോലെ ഇത്തരം ചാനലുകളെയും പൂട്ടാനായിട്ടുള്ള ഒരു നിയമം ഇവിടെ കൊച്ചു കേരളത്തിൽ കൊണ്ടുവരണം. വന്നില്ലെങ്കിൽ ഇവിടെ നശിച്ച് നാറാണത്താം. ഉള്ള കാര്യം സീരിയസ്ലി പറയാമല്ലോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.